എല്ലാവർക്കും സുഖം തന്നെയാണ്. നമുക്കിന്നൊരു തൈര് ചോറ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിനെ കൊണ്ടും ഉണ്ടാക്കാം. വെള്ളത്തിലിട്ട ചോറാണെങ്കിലും പിഴിഞ്ഞെടുത്തിട്ട് തൈര് ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ചൂട് ചോറാണെങ്കിൽ ഒന്ന് തണിയാൻ വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പുളിപ്പില്ലാതെ തൈരാണ് എടുക്കാവൂ, കുറച്ച് പാലും. അപ്പോൾ ഇത് നല്ല അടിപൊളി ചൂടുള്ള ഉച്ച നേരത്തെ തിന്നാൻ പറ്റിയൊരു റൈസാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു മിക്സിംഗ് ബൗളിലേക്ക് 1.5 കപ്പ് ചോറ്. ഞാനിത് നല്ലോണം കുക്കറിലിട്ട് വേവിച്ചെടുത്ത ചോറാണേ. അപ്പം നിങ്ങൾക്ക് പിന്നെ നല്ലോണം വേവിച്ചെടുത്ത ചോറില്ലെങ്കിൽ കുറച്ച് കുത്തി അടിച്ചിതുപോലെ ഉടച്ചെടുത്തോളി, എന്നാലും നന്നാവുക. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പുളിപ്പില്ലാത്ത തൈരാണേ ഇത്, എന്നാലും ഞാൻ ഒരു 1/2 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരമാണ് നല്ലൊരു നമുക്കൊരു ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ഇതിന് കിട്ടുക. അപ്പോൾ അതാ, ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ നല്ലോണം കുത്തി ഒന്ന് ഉടച്ചെടുത്തോളി. അത് റെഡി ആയിട്ടുണ്ട്. അതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്കൊന്ന് താളിക്കാനായിട്ട് അതിൻ്റെ കരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണല്ലേ, 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്ന്, അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നിലക്കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിലക്കടല ആയതുകൊണ്ട് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുത്ത് അതൊന്ന് ആ എണ്ണയിൽ കിടന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. നല്ലോണം മൂത്താൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 1 മുളക് നുള്ളി പറിച്ചിട്ട് അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. എല്ലാം ഒന്നും കൂടി നല്ലോണം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം മൂക്കട്ടെ, കാരണം ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഈ തൈര് ചോറിനുള്ളൂ. അപ്പോൾ അതാ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ചേർത്ത് കൊടുത്തത് ഇതിപ്പോൾ നിർബന്ധമില്ലാത്തൊരു സംഗതിയാണ്, അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അതേ അളവിൽ മുന്തിരിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നിർബന്ധമല്ലേ, വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി തൈര് ചോറിന് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ പോരായിട്ട് നിലക്കടലയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. മുന്തിരിയെല്ലാം നല്ല ബലൂണ് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 2 പിഞ്ച് പെരുങ്കായം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണേ പെരുങ്കായം ചേർക്കാവൂ. ഇനി നമുക്ക് ഈ ചോറിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, ചോറ് നല്ല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഈ താളിപ്പിനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഈ ചേർക്കുമ്പോൾ നമ്മൾ ഇതെല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടി തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്താൽ നല്ല പച്ച മല്ലിയില കടിക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം, പോമഗ്രാനൈറ്റ് ചേർക്കാം, ആപ്പിൾ ചേർക്കാം, മുന്തിരി ചേർക്കാം. ഇതൊന്നും നിങ്ങളുടെ അടുത്ത് ഉള്ള പോലെ വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബട്ടറും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ കണ്ടില്ലേ. ഇപ്പം എന്തായാലും ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. നമുക്കിനി ഇതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതിന് വേണമെങ്കിൽ തൈര് ചോറിന് എല്ലാവരും അധികം വടകം എന്നറിയാം. വടകം നമ്മൾ ഈ കൊണ്ടാട്ടം എന്നെല്ലാം പറയുന്നില്ല, അതുപോലത്തെ എന്തെങ്കിലും. പിന്നെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പേരി. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി അടുത്ത് തന്നെ ഞാൻ ഇടുന്നതായിരിക്കും, കണ്ടില്ലേ. അപ്പോൾ അതും ഇതും ഒരു ലഞ്ച് ബോക്സ് പെർഫെക്റ്റ് ആവും, വേറൊന്നും വേണ്ട. അപ്പോൾ അടുത്ത ആഴ്ച കാണാം.